ഹലോ. ഇന്ന് നമുക്ക് ഫോക്കസിനെ കുറിച്ച് സംസാരിച്ചാലോ? നമ്മളെപ്പോഴും ഫോക്കസിനെ കുറിച്ച് പറയാറുണ്ടല്ലേ? നമ്മുടെ ശ്രദ്ധ. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ജീവിതത്തിൽ അതൊന്ന് കാത്തു സൂക്ഷിക്കേണ്ടത്, ആ ഫോക്കസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലൈഫിലൊക്കെ കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ കാര്യം ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു പരിസമാപ്തിയിൽ നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പഠിക്കുന്ന കുട്ടികളാവട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, ഏത് കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്, നമ്മുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? പലർക്കും ആഗ്രഹമുണ്ടല്ലേ നല്ല ഫോക്കസിലേക്ക് വരണം, നല്ല കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കണം എന്നൊക്കെ പലർക്കും ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ആ ഫോക്കസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി കഷ്ടപ്പാടുള്ള ഒരു പണി കൂടിയാണ്. പക്ഷെ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻ ആണ്. എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ്. അപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡ് വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആവാതെ തന്നെ നിങ്ങൾ കാണുക. ഡീറ്റെയിൽഡ് വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്, ഫോക്കസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു 5 ടിപ്പാണ് ഞാൻ അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അമേസിംഗ് ആയിട്ടുള്ള ടിപ്സ് ആണ്. നിങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ.